ഹെറിറ്റിക് എന്ന് പറഞ്ഞ പുതിയൊരു സൈക്കോളജിക്കൽ ഹൊറർ ചിത്രം വന്നിട്ടുണ്ട്. നൈസ് പടമാണ്. ഒരു 2 ചെറുപ്പക്കാരായ ഇപ്പോൾ ഈ റീസെൻ്റ്ലി മിഷനറി ചേർന്നിട്ടുള്ള 2 ചെറുപ്പക്കാരായ 2 കന്യാസ്ത്രീകൾ വയസ്സായ ഒരാളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്. അവിടെ വെച്ച് ഇവർക്ക് ഉണ്ടാകുന്നൊരു ഇൻസിഡൻറ്റ് അതിന് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ മുഴുവൻ. ആൻഡ് ഈ ഒരു സിനിമ ഒരു നോർമൽ സർവൈവൽ ത്രില്ലർ എന്നതിലുപരിയായിട്ട് ഇതിൽ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വൈസും ഇതിൻ്റെ തീം വൈസും കുറച്ച് വേറിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് സാധാരണ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം അല്ല. ഇങ്ങനെ 2 പെൺകുട്ടികൾ ഒരാളുടെ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എങ്ങനെയായിരിക്കും, എവിടെയൊക്കെ ആയിരിക്കും അവസാനിക്കുക, എങ്ങോട്ടായിരിക്കും ഇതിന് പോക്ക് എന്നുള്ളതൊക്കെ. ആ ഒരു പ്രിമേസ് തന്നെയാണെങ്കിലും ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ ഒരാളെ കൊല്ലുന്ന ഒരു നോർമൽ സൈക്കോ ഒന്നുമല്ല. ആൾക്ക് കുറേ മോട്ടീവ് ഉണ്ട്, ആൾ പറയാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇവരെ തന്നെ ടാർഗറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുമുണ്ട്. സോ അതെന്താണെന്നുള്ളതാണ് സിനിമ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം ആ ഒരു കോൺസെപ്റ്റ് അടിപൊളിയാണ്. പ്രത്യേകിച്ച് റിലീജിയൻ ബേസിട്ടാണ് ഈ സാധനം മുഴുവൻ. ഇന്ന റിലീജിയൻ എന്നല്ല, എല്ലാവർക്കും കൊട്ടുണ്ട്. ഈവൻ ക്രിസ്ത്യാനിറ്റിയോ ജൂഡീസോ അല്ലെങ്കിൽ ഇസ്ലാമിസോ മാത്രമല്ല, ഈവൻ ഇന്ത്യയിലുള്ള ഈവൻ ഹിന്ദുയിസോ അടക്കം ഇതിൽ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. സോ അങ്ങനത്തെ ചെറിയ രീതിയിലെങ്കിലും പരാമർശിച്ച് പോകുന്നുണ്ട്. സോ അങ്ങനെ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വേറിട്ടൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. അധികം ഈ കോൺസെപ്റ്റ് അധികം ചർച്ച ചെയ്യാത്തത് കൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നൊരു പ്രിമേസ് ഉള്ളൊരു സിനിമ. ആൻഡ് ഇതിൻ്റെ ആ ഒരു പോക്കും ഇതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു പ്രിമേസ് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരു ഹൈ എൻഡ് ഒക്ടൈൻ ഇപ്പോൾ നമ്മൾ ഡോൺ ബ്രീത്ത് കാണുന്ന പോലെ ഒരു സീറ്റഡ് ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കുറച്ച് സ്ലോ പേസിലാണ് ഈ സാധനം പോവുക. പക്ഷേ ആ ഒരു അറ്റ്മോസ്ഫിയർ വെച്ച് ആ ഒരു പ്രിമേസ് വെച്ച് നമുക്ക് കുറച്ചിങ്ങനെ ഒരു ഹാർട്ട് ബീറ്റ് നമ്മൾ മെല്ലെ കൂട്ടിയിട്ട് എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത്, ഓക്കെ ഇവർ ആക്ച്വലി പെട്ട് പക്ഷേ എന്തായിരിക്കും ഇനി അടുത്ത് എന്നുള്ള ഒരു ആകാംക്ഷ എപ്പോഴും നമുക്ക് മനസ്സിൽ നിലനിർത്തിക്കൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഉള്ള ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. തീർച്ചയായിട്ടും കണ്ടു നോക്കി. ഈ ഒരു മോഡലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇതിന് ഇന്ത്യയിൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിലൊന്നും ഇല്ല. ഈ സിനിമ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. ഓൾറെഡി ഈ ചിത്രങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം. നന്ദി.